ആധുനിക കാലത്ത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു കല്യാണ രൂപമാണ് ലാവൻഡർ മാരേജ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ 2-3 ചാനലുകൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തുവിട്ടു. ലാവൻഡർ മാരേജിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരാൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ല, എന്നാൽ സമൂഹത്തെ കാണിക്കാൻ വേണ്ടി വിവാഹം കഴിക്കണം. എന്ത് തരം വിവാഹമാണ്? ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികമായ ആകർഷണം അംഗീകരിക്കുന്ന ആളുകൾക്ക് സമൂഹത്തെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയിലുള്ള ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. ഇത്തരത്തിൽ സമൂഹത്തിന്റെ കണ്ണ് കെട്ടിക്കൊണ്ട് ഇത്തരം പുരോഗമനം കടത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആണും തമ്മിലുള്ള ലൈംഗികത അല്ലെങ്കിൽ പെണ്ണും തമ്മിലുള്ള ലൈംഗികത മാത്രമല്ല LGBTQ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. അത് അതിന്റെ സെക്ഷൽ ഫീൽഡ് അല്ലെങ്കിൽ അതിന്റെ തരത്തിലുള്ള ചർച്ചകളാണ്. എന്നാൽ LGBTQവിന്റെ ഏറ്റവും അപകടകരമായ മറ്റൊരു തലം കൂടെ ഉണ്ട്. അത് ജെൻഡർ പൊളിറ്റിക്സ് ആണ്. നമുക്കൊക്കെ കാലങ്ങളായി നമുക്കൊക്കെ പരിചയമുള്ള ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും പറയാൻ സാധിക്കുന്നത് എന്താണ്? ആണും പെണ്ണുമാണ് മനുഷ്യരായി ജനിക്കുന്ന ആളുകളെല്ലാവരും. ഇനി അതിൽ എന്തെങ്കിലും ഒരു ന്യൂനപക്ഷം, അതിൽ ചില പ്രശ്നങ്ങളുള്ളവർ, ബയോളജിക്കലി പ്രശ്നങ്ങളുള്ളവരുള്ളത് ഒഴിച്ചു നിർത്തിയാൽ, ഒരു ശാരീരികമായി ബയോളജിക്കലി ഫിസിക്കലി പ്രസൻസും വെച്ചാണ് നമ്മൾ ഒരാളെ ആണും പെണ്ണുമായി മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെയല്ല വേണ്ടത് എന്നും മനുഷ്യന്റെ മനസ്സ് ഓരോ സമയത്തും തോന്നുന്നതിനനുസരിച്ച് അവരവരുടെ ലിംഗനിർണയം നടത്തുന്നതാണ് ആധുനിക കാലത്തെ പുരോഗമനം എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളെ സ്കൂളിലടക്കമുള്ള പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അപകടം എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷം ഇല്ലാത്തൊരു സംഗതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അത് നമ്മുടെ കുട്ടികളടക്കമുള്ള ആളുകൾ അതിന്റെ പുരോഗമനം എന്ന് പറയുന്ന ഒറ്റ ടാഗ് ലൈനിൽ നിന്ന് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. വിസ്റ്റം സ്റ്റുഡൻസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിയിൽ ഇത് ശ്രവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഒരു യൂറോപ്പ് സെൻട്രിക് ആയ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഒന്നാണ്. ഇത് മൂവ്മെന്റുകളായി വന്ന്, ആഘോഷങ്ങളായി വന്ന്, ഒരു പ്രസ്ഥാനമായി വന്നതൊക്കെ ഉണ്ടായതും അത് വിപുലീകരിച്ചതും ഒക്കെ യൂറോപ്പിലാണല്ലോ. യൂറോപ്പ് അതിന്റെ എല്ലാ നിലക്കുമുള്ള പരിണിത ഫലങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ അങ്ങാടികളിൽ പുരുഷന്മാരായി ജനിച്ച്, സ്ത്രീകളായി ജനിച്ച്, അല്ലെങ്കിൽ മനുഷ്യരായി ജനിച്ചതിന്റെ ശേഷം ഞങ്ങൾ പട്ടികളാണ് എന്ന് പറഞ്ഞ് അതുപോലെ കുരക്കുന്നവരെ കയറും പിടിച്ച് അങ്ങാടിയിലൂടെ ഇതാണ് പുരോഗമനമെന്ന് വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിനും കേരളത്തിന്റെ പൊതു സാമൂഹികതയ്ക്കും പൊതു ധാർമ്മികതയ്ക്കും ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത വാദങ്ങളാണ്. അതാണ് പോയി എത്തുന്ന ഏറ്റവും എക്സ്ട്രീം ലെവലിലെത്തുക.